ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രതയും ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ ആഴവും വ്യക്തമാക്കുന്ന ഋഷി സുനകിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ടാക് ടിവിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലൈംഗിക ബന്ധമായാലും സ്പോർട്സ് ആയാലും ജയിലായാലും ജൈവശാസ്ത്രപരമായ ലിംഗഭേദത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ എന്നാൽ എന്താണെന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ ഞാൻ വിവാഹിതനാണെന്നും എനിക്ക് 2 പെൺമക്കളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബ്രിട്ടനിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് ട്രാൻസ്ജെൻഡർ വിഷയം. ട്രാൻസ്ജെൻഡറുകളെ സ്ത്രീകളായി പരിഗണിക്കണമെന്ന് പറഞ്ഞത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ജൈവശാസ്ത്രപരമായ ലിംഗഭേദം ഏതിനും ഒരു മാനദണ്ഡം തന്നെയാണെന്നും അത്ലറ്റിക്സിൽ ട്രാൻസ്ജെൻഡറുകൾ സ്ത്രീകളുടെ വിഭാഗത്തിൽ മത്സരിക്കുന്നതിനോട് എതിർപ്പും സുനക് പ്രകടിപ്പിച്ചിരുന്നു. സ്ത്രീയെ ഋഷി സുനക് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ സ്ത്രീ ആണ്. ആളുകൾക്ക് തങ്ങളുടെ ജെൻഡറിൽ മാറ്റം വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുന്ന സ്കോട്ടിഷ് നിയമത്തെ എതിർത്ത് ഋഷി സുനക് രംഗത്തെത്തിയത് ഏറെ വിവാദമായിരുന്നു. ഋഷി സുനകിന്റെ പല നിലപാടുകളും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൺസർവേറ്റീവ് പാർട്ടി ചെയർമാൻ നാദീം സഹവിയെ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. നികുതി കാര്യങ്ങളിലെ മന്ത്രിതല ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അതേസമയം ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപരമായ പെരുമാറ്റം എന്നീ ആരോപണങ്ങളാണ് UK ഉപപ്രധാനമന്ത്രി ഡൊമിനിക് റാബിനെതിരെ ഉയർന്നുവരുന്നത്. ഇത് പ്രധാനമന്ത്രി ഋഷി സുനകിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കൺസർവേറ്റീവ് പാർട്ടി ചെയർമാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് സുനകിനെ ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം യാത്രക്കിടെ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഋഷി സുനകിന് ബ്രിട്ടീഷ് പോലീസ് പിഴയിട്ടത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പുതിയ ലെവലപ്പ് ക്യാമ്പയിനെ പറ്റി ഋഷി സുനക് തന്നെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ഈ വീഡിയോ വൈറലായതോടെയാണ് ബ്രിട്ടീഷ് പോലീസ് പ്രധാനമന്ത്രിക്ക് പിഴയിട്ടത്. മുമ്പ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് ഋഷി സുനക് വിമർശന വിധേയനായിരുന്നു. ഇന്ത്യൻ വംശജനായ ഋഷി സുനകിന്റെ ഓരോ പ്രവൃത്തികളും ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത്. സ്റ്റാൻഫോർഡിൽ പഠിക്കുമ്പോൾ ഇൻഫോസിസ് സ്ഥാപിച്ച ഇന്ത്യൻ കോടീശ്വരനായ വ്യവസായി NR നാരായണമൂർത്തിയുടെ മകൾ അക്ഷതാ മൂർത്തിയെ അദ്ദേഹം കണ്ടുമുട്ടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തതൊക്കെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രതയും ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ ആഴവും വ്യക്തമാക്കുന്ന ഋഷി സുനകിന്റെ വാക്കുകൾ ഇന്ത്യൻ സംസ്കാരം മുറുകെ പിടിക്കുന്നതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.